ഗണിതശാസ്ത്രത്തിൽ രസകരമായ ഒരു കഥയുമായിട്ടാണ് GMAGAIDന്റെ പുതിയ എപ്പിസോഡ് തുടങ്ങുന്നത്. ഞാൻ ജിനി വിമൽ എല്ലാവരെയും കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ കഥ നടക്കുന്നത് ഒരു ക്ലാസ് മുറിയിലാണ്. അത് ഗണിതശാസ്ത്ര ക്ലാസ് ആണ്. ക്ലാസ്സിലെ ബഹളം ഒഴിവാക്കുന്നതിനായി ടീച്ചർ ഇൻട്രസ്റ്റിംഗും ചാലഞ്ചിങ്ങുമായ ഒരു പ്രോബ്ലം കൊടുത്തു. അത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കാണുക എന്നതാണ്. കുട്ടികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി എഴുതി കൂട്ടാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു കുട്ടി ആൻസറുമായി ടീച്ചറുടെ അടുത്തെത്തി. അത് ടീച്ചറെ മാത്രമല്ല അവന്റെ സഹപാഠികളെ കൂടി അത്ഭുതപ്പെടുത്തി. സഹപാഠികളുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. എങ്ങനെയായിരിക്കും അവന് ആൻസർ കിട്ടിയത്? എന്തായിരിക്കും ആൻസർ? അത് ശരിയായിരിക്കുമോ? നമുക്ക് നോക്കാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളെ 2 ഭാഗങ്ങളാക്കി. 1 മുതൽ 50 വരെയും 51 മുതൽ 100 വരെയും. 1ഉം 100ഉം ആഡ് ചെയ്യുമ്പോൾ 101, 2ഉം 99ഉം ആഡ് ചെയ്യുമ്പോൾ 101, 3ഉം 98ഉം ആഡ് ചെയ്യുമ്പോൾ 101. അങ്ങനെ 50 പെയേഴ്സ് ആണ് ഇതിലുള്ളത്. 50 × 101 5050 എന്ന ഉത്തരം ആ കുട്ടിക്ക് കിട്ടി. 1 മുതൽ 10 വരെ തന്നെ നമ്പറുകൾ തന്നാൽ ആഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന നമ്മളെ പോലുള്ളവർക്ക് ഇത് വളരെയധികം അത്ഭുതം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അറിയണ്ടേ ആരായിരിക്കും ആ അത്ഭുത ബാലനെന്ന്? അത് മറ്റാരുമല്ല, ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ, പ്രിൻസ് ഓഫ് മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്ന കാൾ ഫ്രെഡറിക് ഗോസ് ആണ്. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ എന്നതിലുപരി ഒരു ആസ്ട്രോണമർ കൂടിയാണ്. നമ്പർ തിയറി, ആൾജിബ്ര, ജിയോമെട്രി, ഫിസിക്സ് ഈ മേഖലകളിലെല്ലാം അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കാൾ ഫ്രെഡറിക് ഗോസിന്റെ ഇഷ്ടപ്പെട്ട വിഷയം നമ്പർ തിയറി ആയിരുന്നു. മാത്തമാറ്റിക്സ് ഈസ് എ ക്യൂൻ ഓഫ് ഓൾ സയൻസസ് ആൻഡ് നമ്പർ തിയറി ഈസ് എ ക്യൂൻ ഓഫ് മാത്തമാറ്റിക്സ്. ഗണിതശാസ്ത്രം ശാസ്ത്രങ്ങളുടെ റാണിയും നമ്പർ തിയറി ഗണിതശാസ്ത്രത്തിന്റെ റാണിയുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 1777 ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ബാല്യമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്രത്തിലുള്ള ടാലന്റ് മനസ്സിലാക്കിയ അധ്യാപകനാണ് തുടർ പഠനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. ഗണിതശാസ്ത്രത്തിലും ആസ്ട്രോണമിയിലും ഫിസിക്സിലും കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കും വരും തലമുറകൾക്കും ഒരു പ്രചോദനമാകും. 1855 ഈ ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹത്തിന്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ GMAGAIDന്റെ പ്രണാമം. നമ്മുടെ അടുത്ത വീഡിയോ രാമാനുജനെ കുറിച്ചുള്ള ഒരു രസകരമായ കഥയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.